നമുക്കൊപ്പം ഇപ്പോൾ സോണി ചെറുവത്തൂർ ചേർന്നു. മുൻ താരം പരിശീലകൻ സോണിയിലേക്ക് പോകാം. സോണി, എന്തായാലും കാത്തിരുന്ന ഒരു പോരാട്ടമാണ്. ഒരുപക്ഷെ ഈ മത്സരം സംപ്രേഷണം ചെയ്യുന്ന ചാനലിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു, ഈ വർഷത്തെ ഏറ്റവും വലിയ പോരാട്ടം. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. അതെ, യാതൊരു സംശയമില്ല. നമ്മള് ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പാക് പോരാട്ടങ്ങൾ എല്ലാ കാലത്തും ഒരുപാട് ആവേശം ഇരു രാജ്യങ്ങളിൽ മാത്രമല്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് ആസ്വദിക്കുന്ന എല്ലാവരിലും ആ ഒരു ആവേശം ഉണർത്താറുണ്ട് എന്നുള്ളൊരു സംശയം. അത് പല സമയത്തും ആ ടീമുകളുടെ ക്വാളിറ്റിയിലുള്ള ആ ഒരു അനുകൂലമായ ഘടകമാണ് നല്ല മത്സരങ്ങൾ നമുക്ക് ക്രിക്കറ്റ് ആരാധകർക്ക് അത് ആസ്വദിക്കാനായിട്ടുള്ള ഇടയാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇന്ത്യക്ക് തീർച്ചയായും താങ്കൾ നേരത്തെ കണക്കിൽ സൂചിപ്പിച്ച പോലെ തന്നെ 13 മത്സരങ്ങളിൽ 10 വിജയിച്ചും മുന്നേറാൻ ടീം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ടീം ഇന്ത്യ ഒരല്പം മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം ക്രിക്കറ്റാണ്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. ടോസ് ക്രൂഷ്യൽ ആവാം. അത്തരത്തിൽ ഒരൊറ്റ ഒരാളുടെ പ്രകടനം കൊണ്ട് പോലും മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ അത്യന്തം ആവേശകരമായ ഒരുപക്ഷെ ഈ സീസണിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷി വഹിക്കാൻ പോകുന്നത്. ഈ രണ്ട് ടീമുകളും അവരുടെ ആദ്യ മത്സരം വളരെ ആധികാരികമായിട്ടാണ് ജയിച്ചത്. ഇന്ത്യ ആവട്ടെ UAE അതിനേറെ 9 വിക്കറ്റിനാണ് തകർത്തത്. അതും വെറും 57 റൺസിനൊക്കെ എറിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനും ഹോങ്കോങ്ങിനെതിരെ ഒമാനെതിരെ 93 റൺസിന്റെ വമ്പൻ ജയം സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് ജയിച്ചാൽ സൂപ്പർ ഫോറിൽ ഏറെക്കുറെ ഇടമുറപ്പിക്കാം എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. അതുകൊണ്ട് ആവേശം അത് എന്നത്തെയും പോലെ കുറച്ചുകൂടി കടുക്കും. അല്ല, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, യശസ്വി ജയ്സ്വാളിനെ പോലെ അല്ലെങ്കിൽ ശ്രേയസ് അയ്യറിനെ പോലുള്ള താരങ്ങൾക്ക് പോലും ആ ഒരു സ്ക്വാഡിൽ ഇടം ലഭിക്കാത്തത്രത്തോളം ശക്തമായ ഒരു ടീമായിട്ട് ടീം ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് പാകിസ്ഥാന് മുമ്പിലുണ്ട്. അവർക്ക് അവരുടെ ഏറ്റവും മികച്ചത് സമീപകാലത്ത് അവരുടെ T20 ക്രിക്കറ്റിൽ അവരുടെ ഒരു ഫോം ഒക്കെ കൂടെ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഇന്നൊരു വിജയം നേടണമെങ്കിൽ അവർക്ക് മനസ്സറിഞ്ഞ് നല്ലോണം കളിച്ചാലേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസിനെ പോലും മറികടക്കാൻ പാകത്തിനുള്ള മാച്ച് വിന്നേഴ്സ് ടീം ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. നേരത്തെ സൂചിപ്പിച്ചുള്ള 2 ടോപ്പ് ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ജസ്പ്രീത് ബുംറയെ മറികടന്നിട്ട് വേണം പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ജയിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യൻ ആരാധകർക്കും നമുക്കൊക്കെ ഉള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2020 ലോകകപ്പിൽ കണ്ടതാണ് നമ്മൾ ജസ്പ്രീത് ബുംറ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്. അതുവരെ പാകിസ്ഥാനിന്റെ കയ്യിലായിരുന്ന കളി, മുഹമ്മദ് റിസ്വാനെ പുറത്താക്കിയുള്ള ആ വിക്കറ്റ്, അത് നമുക്ക് ജസ്പ്രീത് ബുംറ ഇപ്പോൾ എവിടെ കൊണ്ടേ എറിഞ്ഞാലും ജസ്പ്രീത് ബുംറയുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. പക്ഷേ കളി തിരിക്കുക സ്പിന്നേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു പ്രവചനം വരുന്നത്. അതായത് സ്പിന്നേഴ്സ് ഫ്രണ്ട്ലി ആയ ട്രാക്കുകളാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് ടോസ് കിട്ടിയാൽ എന്തായാലും ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയായിരിക്കില്ലേ ഇരു ടീമുകളുടെയും തീരുമാനം ഉണ്ടാവുക? നാച്ചുറലി T20 മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ടോസ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ബോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടോട്ടലിലേക്ക് ഒതുക്കുക, അതിനുശേഷം വ്യക്തമായ ഒരു ആധിപത്യം ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ട് ടീമുകളുടെയും സ്ട്രാറ്റജി ആയിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ അവസാനം എനിക്ക് തോന്നുന്നു ഡേ തീരുന്ന സമയത്തേക്ക് ഒരല്പം ചൂടുണ്ട് ദുബായിൽ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആനുകൂല്യം മുതലാക്കുക. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂ ഉണ്ടെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്ന രീതിയിൽ ബാറ്റിലേക്ക് വരും, അല്ലെങ്കിൽ സ്പിന്നേഴ്സിന് അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന കണക്കൂട്ടലിൽ തന്നെ ആയിരിക്കും ഇരു പരിശീലകരും ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്തിട്ട് 160 മാത്രമാണ് പാകിസ്ഥാന് ഒമാനെതിരെ നേടാൻ സാധിച്ചത്. അപ്പോൾ അവരുടെ ബാറ്റിംഗ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല പണിപ്പെടേണ്ടി വരും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ ഒരു മിസ്റ്ററി സ്പിന്നേഴ്സിനെ നേരിടാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.